നമസ്കാരം. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്, നമ്മുടെ വീട്ടിൽ ഒരുപാട് രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ എത്ര കഠിനാധ്വാനം ചെയ്താലും വിചാരിക്കുന്നത് പോലെ പണം കയ്യിൽ നിൽക്കാതെ പോകുന്ന സാഹചര്യങ്ങൾ ഒരുപാട് ആയി കാണപ്പെടുന്നൊരു സാഹചര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത്. എത്ര കഠിനമായി അധ്വാനിച്ചാലും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്ന നിങ്ങൾക്ക് ഇവിടെ പറയുന്ന ഈ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജികളെല്ലാം മാറി നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ചയും ധനലാഭവും ജീവിതത്തിൽ കൈവരിക്കുവാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ വീട്ടിൽ വളരെയധികം മാനസിക പ്രശ്നങ്ങളും ഐക്യതയില്ലായ്മയൊക്കെ കാണപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു കാരണമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. നമ്മുടെ വീട്ടിൽ പലവിധമായിട്ടുള്ള നെഗറ്റീവ് എനർജികളും കടന്നു വരുവാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഇതിനെയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് പുറത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ധനാഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും ചൈതന്യങ്ങളും നിലനിൽക്കുന്നതാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വളരെ ലളിതമായിട്ട് ഏതൊരു വ്യക്തിക്കും ഈ ഒരു കർമ്മം അവരുടെ വീട്ടിലിരുന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ദോഷങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതായിരിക്കും. അതിന് 100% ഉറപ്പാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ധനലാഭം ഉണ്ടാകുന്നതിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കങ്ങളും ഉണ്ടാവുകയില്ല. വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ നക്ഷത്രം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഉറപ്പായി നമുക്ക് ആ പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയെന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജികളെ നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഉപ്പിന് വളരെയധികം പങ്കുവഹിക്കുന്നൊരു വസ്തുവാണ്. നമ്മുടെ വീട്ടിൽ കല്ലുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ കല്ലുപ്പ് കൊണ്ട് നമ്മുടെ വീട്ടിലെ മുഴുവൻ നെഗറ്റീവ് എനർജികളെയും നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ പുറത്ത് കളയാൻ കഴിയുന്നതായിരിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ഇതിനു വേണ്ടി രാവിലെയാണെങ്കിൽ രാവിലെ, വൈകുന്നേരമാണെങ്കിൽ വൈകുന്നേരം, ഈ സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. രാവിലെ ആണെങ്കിൽ നിങ്ങൾ 6 മണിക്ക് മുമ്പായി ചെയ്യുക. വൈകുന്നേരവുമാണെങ്കിൽ 6 മണിക്ക് ശേഷമായിരിക്കണം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യേണ്ടത്. ഈ കർമ്മം ചെയ്യുന്നതിന് മുമ്പായി തന്നെ നിങ്ങളുടെ വീട് പൂർണ്ണമായും തുടച്ച് തൂത്ത് വൃത്തിയാക്കേണ്ടതാണ്. തൂത്ത് വൃത്തിയാക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ ആ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ജലത്തിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് കല്ലുപ്പും ഇട്ട് വൃത്തിയായിട്ട് ഒന്ന് കലക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങളുടെ വീട് തുടച്ച് വൃത്തിയാക്കേണ്ടത്. ഈ തുടച്ച് വൃത്തിയാക്കി നിങ്ങൾ വിളക്ക് തെളിയിക്കുക. അത് രാവിലെ ആണെങ്കിലും നിങ്ങൾ വിളക്ക് തെളിയിച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഈ ഒരു കർമ്മം ചെയ്യുവാൻ വേണ്ടി എടുക്കേണ്ടത്. നല്ല വലിയൊരു പാത്രം എടുക്കുക എന്നുള്ളതാണ്. അതായത് പ്ലാസ്റ്റിക് പാത്രം ഒഴിച്ച് നിങ്ങൾക്ക് ബാക്കി ഏത് പാത്രം വേണമെങ്കിലും ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അതിലേക്ക് ആ പാത്രത്തിൽ നിറയെ കല്ലുപ്പ് വെക്കുക. കല്ലുപ്പ് വെച്ചതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജികൾ, നിങ്ങൾ മഹാലക്ഷ്മി ദേവിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് ശക്തികളെ പുറന്തള്ളിക്കൊണ്ട് എൻ്റെ കുടുംബത്തേക്ക് പോസിറ്റീവ് എനർജിയും സമ്പത്തും സമ്പൽ സമൃദ്ധിയും കൊണ്ടുവരണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ച് മഹാലക്ഷ്മിക്ക് ഇത് സമർപ്പിക്കുക എന്നുള്ളതാണ്. മഹാലക്ഷ്മിക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ വിളക്ക് കത്തിച്ച് ഇത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ നിലവിൽ എന്താണോ പ്രശ്നങ്ങൾ, നിങ്ങളുടെ നിലവിൽ ഏതാണോ സാഹചര്യങ്ങൾ, ആ സാഹചര്യം ഓരോരോ വ്യക്തികൾക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. ചില വ്യക്തികൾക്ക് രോഗങ്ങളായിരിക്കും, മറ്റു ചിലർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കും, മറ്റു ചിലർക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. നിങ്ങൾ നിലവിൽ അനുഭവിക്കുന്ന ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ ആ പ്രശ്നം ലക്ഷ്മി ദേവിയുടെ മുമ്പിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ കല്ലുപ്പ് നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂലയിൽ, റൂമിൻ്റെ കന്നിമൂലയിലൊരു റൂം ഉണ്ടാകുമല്ലോ, ആ റൂമിൻ്റെ കന്നിമൂല ഭാഗത്ത് കൊണ്ട് വെക്കുക. അത് പുറത്തു നിന്നുള്ളൊരു വ്യക്തിയുടെ ദൃഷ്ടി പതിയാത്ത രീതിയിലേക്ക് വേണം അത് വെക്കേണ്ടത്. അതിനുശേഷം എല്ലാ മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച എടുത്ത് മാറ്റുന്നതാണ്. മാറ്റി വീണ്ടും അവിടെ ഇതേ രീതിയിൽ നിങ്ങൾ പുതിയത് സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഈ ഉപ്പ് അവിടുന്ന് എടുത്ത് മാറ്റുന്ന സമയം ഉപ്പ് വെള്ളത്തിൽ അലിയിപ്പിച്ച് നമ്മുടെ വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് കൊണ്ടുവന്ന് ഒഴുക്കി കളയുന്നതാണ് ഇത് ചെയ്യേണ്ട അവസാന പ്രക്രിയ. ഇത് ചെയ്യുന്നതോടുകൂടി തന്നെ ഈ ഒരു കർമ്മം പൂർണ്ണമായും പൂർത്തീകരിക്കുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വീട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകലവിധമായിട്ടുള്ള നെഗറ്റീവ് എനർജികളും ഈ ഒരു കർമ്മം ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് മാറിക്കിടക്കും. നെഗറ്റീവ്, അതായത് ഉപ്പിന് നമ്മളുടെ വീട്ടിലെ എല്ലാ നെഗറ്റീവ് ശക്തികളെയും പിടിച്ചെടുക്കുവാനുള്ളൊരു ആകർഷണ ശക്തിയുള്ളൊരു വസ്തുവാണ് കല്ലുപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കല്ലുപ്പ് ഇത് നമ്മളിങ്ങനെ വെക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ വീട്ടിൽ വന്നു കയറുന്ന മൂദേവിയെ പോലുള്ള ദുഷ്ടാത്മാക്കൾ ഇതിലേക്ക് ആവാഹിക്കുന്നതായിരിക്കും. അതിലൂടെ നിങ്ങളുടെ വീട്ടിൽ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നെഗറ്റീവ് ചിന്താഗതികളും, ഓരോ മനുഷ്യർക്കും പല രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ടാകാം. ആ ചിന്തകളിൽ നിന്നും മാനസിക പിരിമുറുക്കത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വിട്ടൊഴിയാൻ കാരണമാകുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും മാസത്തിൽ ഒരു വട്ടം ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് ധനത്തിന് യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകില്ല. ആ കുടുംബത്തിൽ നിങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുവാനും സമാധാനപൂർണ്ണം ജീവിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. അതായത് കർമ്മങ്ങൾ എപ്പോഴും തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് മറ്റാർക്കും ദ്രോഹം ചെയ്യാത്ത രീതിയിലുള്ള കർമ്മങ്ങളാണ്. വലിയ കാശ് ചെലവില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും മറ്റൊരാളെയും ദ്രോഹിക്കാതെ സ്വന്തം വീട്ടിലെ നെഗറ്റീവ് എനർജികളെ പുറത്തു കളഞ്ഞുകൊണ്ട് ആ കുടുംബത്തിലേക്ക് സമ്പത്തും സമ്പൽ സമൃദ്ധിയും കൊണ്ടുവരുവാൻ ഈ ഒരു ചെറിയ കർമ്മം കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്തു നോക്കുക. ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും വലിയ വിജയങ്ങളും ഇതുമൂലം ഉണ്ടാവുന്നതായിരിക്കും.
നിങ്ങളുടെ വീട്ടിൽ അനുഭവിക്കുന്ന ദുരിതങ്ങളും സങ്കടങ്ങളും എല്ലാം വിട്ടൊഴിയുന്നതായിരിക്കും. ഈ ഒരു കർമ്മം തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്പത്തിനൊന്നും യാതൊരുവിധമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അതുപോലെ തന്നെ കല്ലുപ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കല്ലുപ്പ് എവിടെ ഇരിക്കുന്നോ അവിടെ ചൈതന്യവും മഹാലക്ഷ്മി കുടികൊള്ളും എന്നുമാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കർമ്മം ചെയ്ത് നമ്മുടെ വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് കൊണ്ടുവച്ച് നമ്മൾ ഈ ഉപ്പിനെ നിക്ഷേപിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കുന്നത് കൂടി തന്നെ നിങ്ങളുടെ കുടുംബത്തെ സകല ദുരിതങ്ങളും വിട്ടൊഴിതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ ദിവസവും നടത്തുന്ന നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കാണുക. അതിനുശേഷം നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിൽ അറിയിപ്പിക്കുന്നതാണ്. ആ പൂജയിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ അന്നേ ദിവസം നിങ്ങൾ ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നതെന്ന് പറയും. അതേ ദിവസം നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി അതിരാവിലെ കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ ദുരിതങ്ങളെല്ലാം സർവേശ്വരൻ്റെ മുമ്പിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികൾക്ക് ഏറെക്കുറെ അറുതി ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ മനഃശാന്തി ലഭിക്കുന്നതായിരിക്കും. ജീവിതത്തിൽ ചൈതന്യവും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയൊക്കെ ഈ ഒരു പൂജ കൊണ്ട് നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. ജീവിതത്തിൽ വെച്ചടി കയറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കർമ്മം കൂടി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഈ ഒരു കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ ഒരു രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സകലവിധമായിട്ടുള്ള സൗഭാഗ്യവും കാര്യവിജയങ്ങളും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം ആ കുടുംബത്ത് വളരെയേറെ ചൈതന്യങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ പല കുടുംബങ്ങളിലും മഹാലക്ഷ്മി ദേവിയുടെ ചൈതന്യ കുറവ് കൊണ്ടാണ് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ധാരാളം ഉണ്ടാകുന്നത്. പലരും ക്ഷേത്രങ്ങളിൽ പോകുക പോലും ചെയ്യാത്ത സാഹചര്യങ്ങളാണ്. മാസത്തിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ ക്ഷേത്രദർശനമൊക്കെ നടത്തുക. നമ്മുടെ കുടുംബദേവി ദേവന്മാരുടെ മുമ്പിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കുക. കുടുംബദേവി ദേവന്മാരുടെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ച് കുടുംബദേവി ദേവന്മാരുടെ അനുഗ്രഹങ്ങളൊക്കെ മേടിച്ചെടുക്കുന്നത് കൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സകല ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നിങ്ങൾക്ക് വിട്ടൊഴിയും. ജോലിയിലൊക്കെ അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ കുടുംബദേവി ദേവന്മാരുടെ അനുഗ്രഹവും പ്രീതിയും ലഭിക്കാത്തതുകൊണ്ടൊക്കെ ഒരു പക്ഷേ ഒരു പരിധി വരെയൊക്കെ അതിന് കാരണമായി തീരാം. അതുകൊണ്ടാണ് പറയുന്നത് മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ വഴിപാടുകളൊക്കെ നടത്തുക. ഇപ്പോൾ നിങ്ങൾക്ക് വിദേശത്തൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കാരെ കൊണ്ട് ബന്ധത്തിലുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ ആ കർമ്മങ്ങളും പൂജകളൊക്കെ നിങ്ങളുടെ പേരിൽ നടത്തിപ്പിക്കുക. ഉറപ്പാണ് നിങ്ങൾക്ക് കുടുംബദേവീ ദേവന്മാരുടെ പ്രീതി ലഭിക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയും പ്രശ്നങ്ങൾക്കൊക്കെ ഏറെക്കുറെ അറുതി ഉണ്ടാകുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങൾക്ക് സന്തോഷപൂർവ്വമായിട്ടുള്ള ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ കഴിയുന്നതായിരിക്കും. വ്യാപാര രംഗത്തെ പ്രതിസന്ധിയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർ ഈ ഒരു കാര്യങ്ങളൊന്നും പിന്തുടരുക. ഉറപ്പായും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ പൂർണ്ണമായും മാറിക്കിട്ടതായിരിക്കും. എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.